നമസ്കാരം, എല്ലാവർക്കും വിൻമൈ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കാം. പൊറോട്ടക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് കുഴച്ച് വെക്കണം. എന്നാൽ അതൊരു 1.5 മണിക്കൂർ കുഴച്ച് വെച്ചാലാണ് നല്ല സോഫ്റ്റായിട്ട് പൊറോട്ട വരുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ പൊറോട്ടയിൽ നല്ല രീതിയിൽ പൊറോട്ട വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുഴക്കുന്ന രീതിയിലിരിക്കുന്ന പൊറോട്ട വരുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കിലോ മൈദ, 2 ടീസ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 3/4 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡറാണ് എടുത്തത്, ബേക്കിംഗ് സോഡയല്ല. പിന്നെ 1/4 കപ്പിൽ ഓയിൽ എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, ഒരു മുട്ട എടുത്തിട്ടുണ്ട്, ഒരു പകുതി പുളിനാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പിൽ അടുപ്പിച്ചിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്, സാധാരണ പച്ചവെള്ളം എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എങ്ങനെയാണ് കുഴച്ചെടുക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഈ പൊറോട്ടൻ്റെ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 1/2 കിലോ മൈദയിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാര അതിടുക, 3/4 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്, സോൾട്ട്, അത് നമുക്കിതിലേക്ക് ഇടാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അത് ഇട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് ആദ്യം ഒന്ന് ഇത് നന്നായിട്ട് മിക്സ് ആക്കാം. ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡയല്ല. ബേക്കിംഗ് സോഡ നമ്മൾ അധികം ഇത്ര എടുക്കാൻ പാടില്ല. ബേക്കിംഗ് സോഡയാണ് നിങ്ങളുടെ അടുത്തുള്ളതെങ്കിൽ ഒരു 2-3 നുള്ളിട്ടാൽ മതി. കാരണം അത് ബേക്കിംഗ് സോഡ അധികമായ പിന്നെ അതിൻ്റെ ഒരു കുത്ത് വരും. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് നല്ലോണം. ഇനി നമുക്ക് ഇതിലൊരു ചെറിയ കുഴി ഒഴിച്ചിട്ട് ബാക്കിയുള്ള ചേരുവയെല്ലാം ഇടാം. 2 ടീസ്പൂണ് നെയ്യ് ഇടാം. ഈ നെയ്യ് ഇട്ടാൽ നമ്മളെ പൊറോട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് പാലൊഴിക്കാം. 1/2 കപ്പോളം പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഒഴിക്കാം. പിന്നെ പുളിനാരങ്ങ നീര് കുറച്ച് ഒഴിക്കണം, അത് ഒരു പകുതി എടുത്തിട്ട് ഒഴിച്ചാൽ മതി. പിന്നെ നമുക്ക് മുട്ട പൊടിച്ചൊഴിക്കാം. ഒരു മുട്ട എടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളമാണ്, അത് നമുക്ക് കുറച്ച് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അത് ആദ്യം കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചായിട്ട് ഒഴിക്കാം. അതിൻ്റെ കൂടെ 1/4 കപ്പ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും അങ്ങനെ നമുക്ക് ആദ്യം കുറച്ച് ഒഴിക്കാം. പിന്നെ നമ്മൾ കുഴച്ചുകൊണ്ട് വെക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മുട്ടയും നെയ്യും എല്ലാം ആദ്യം ഒന്ന് മിക്സാക്കി ഇല്ലേ, നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ ചൂടുവെള്ളമൊന്നുമല്ല എടുത്തിട്ടുള്ളത്, പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ മാവ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന അതേപോലെയല്ല, അതിനെക്കാണി കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം മാവ്, കുറച്ചൊരു ലൂസായിട്ട് വേണം. അതാണ് പൊറോട്ടൻ്റെ മാവിൻ്റെ കണക്ക്. ഞാൻ കുറേ ടൈപ്പിൽ ആക്കി നോക്കീന്, പക്ഷെ എനിക്ക് അങ്ങനെ ശരിയായിട്ടില്ല. ഇതാണ് എനിക്ക് ഈ ഒരു രീതിയിലാക്കുമ്പോഴാണ് എനിക്ക് നല്ല പൊറോട്ട കിട്ടിയത്. അതാണ് ഞാൻ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ചാൽ മതി, അധികം ആവാൻ പാടില്ലേ, ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നമ്മളിത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ നമ്മളെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് 10 മിനിറ്റോളം നമുക്ക് കുഴച്ചെടുക്കണം. 10-15 മിനിറ്റ് ആയാലും കുഴയിലിരിക്കുന്നത് നമ്മളെ പൊറോട്ടേൻ്റെ ആ സോഫ്റ്റ്നെസ്സും ഇതെല്ലാം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി കൗണ്ടർ ടോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒരു 15 മിനിറ്റോളം കുഴച്ചെടുക്കാം. നമ്മൾ കൗണ്ടർ ടോപ്പെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ മാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് 2 കൈ എടുത്തിട്ട് തന്നെ കുഴക്കണം. ഇതുമാതിരി നല്ലോണം വലിച്ച് കുഴക്കണം.
കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ മാവ് ഞാനൊരു 15 മിനിറ്റോളം കുഴച്ചിട്ടുണ്ട്. നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ മാവ്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതിനി ഒരു 1.5 മണിക്കൂറിലേക്ക് നന്നായിട്ട് മൂടി വെക്കാം. ഞാൻ കുഴച്ച പാത്രം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മാവ് അവിടെ എടുത്ത് വെച്ചിട്ട് നല്ല ഒരു നനഞ്ഞ ടവലിനെ കൊണ്ട് ഇതൊന്ന് മൂടിയിട്ട് ഇത് നമുക്കൊരു 1.5 മണിക്കൂറായിട്ട് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്ക് മാവ് നല്ല സോഫ്റ്റ്. നമ്മൾ കുഴച്ചിട്ട് മൂടി വെച്ച പൊറോട്ടൻ്റെ മാവൊന്ന് എടുത്ത് നോക്കാം. മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുറത്തെടുത്തിട്ട് ഉരുളകളാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഈ മാവിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കണം, കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് വെക്കണം. എന്നിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് നമ്മൾ ഉരുളകൾ വേണ്ടുന്ന എത്രയാണെന്നുള്ളത് ആക്കി നോക്കണം. അപ്പോൾ നമുക്ക് ഉരുളകളാക്കാം. അപ്പോൾ നമ്മളെ മാവിനെ കൊണ്ട് ഇത്രയും ഉരുളകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് എണ്ണ തൂവി കൊടുക്കണം നമ്മൾ, അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവും. അതുകൊണ്ടാണ്. ഇനി നമുക്കൊരു 10 മിനിറ്റും കൂടി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അത് നേരത്തെ പോലെ തന്നെ ഒരു നനഞ്ഞ ടവലിനെ കൊണ്ട് ഒന്ന് മൂടി വെക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് കൊണ്ട് എടുക്കാം. അപ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് എണ്ണ നല്ലോണം ഒന്ന് തൂത്ത് കൊടുക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ പരത്തേണ്ടത്. എന്നിട്ട് കയ്യിലും കുറച്ച് എണ്ണ ഒന്നാക്കിയിട്ട്, പൊറോട്ട ആകുന്നതുകൊണ്ട് കുറച്ച് എണ്ണ നല്ലോണം വേണം. കയ്യിൽ നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. ഇത്ര പരത്തിയ ശേഷം നമ്മൾ ചപ്പാത്തി റോളെണ്ണ കൊണ്ട് ഒന്ന് നീളത്തിൽ പരത്തണം. നന്നായിട്ട് ഇങ്ങനെ താഴോളം നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക. കണ്ടില്ലേ? താഴെയുള്ള നമ്മളെ കൗണ്ടർ ടോപ്പിൻ്റെ ബ്ലാക്ക് കാണണം. അത്ര ഇങ്ങനെ ഇടക്കെല്ലാം കീറുന്ന പോലെല്ലാം ഉണ്ടാവും. അതൊന്നും പ്രശ്നമാക്കണ്ട. നമ്മളങ്ങ് പരത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പരത്തി കണ്ടില്ലേ? ഇതുപോലെ അങ്ങോട്ട് പരത്തുക. ഇത്ര പരത്താൻ പറ്റും നമുക്ക്. നമ്മൾ ഇതിനനുസരിച്ച് പരത്തിയെടുക്കുക. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിൽ കുറച്ചൊന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് കൊടുക്കണം. എങ്ങനെ വെച്ചാൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. നമ്മളെ ലെയറും ആയിട്ടുള്ളത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കുക. ഇനി നമ്മൾ മെല്ലനെ ഇങ്ങനെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എടുത്ത് തുടങ്ങുക. എന്നിട്ട് ഇതായി കയ്യിലിങ്ങനെ ഇങ്ങനെ 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 വരെ ഉണ്ടല്ലേ? ഇങ്ങനെ കീറുന്നതൊന്നും പ്രശ്നമാക്കണ്ട. നമ്മൾ ഇങ്ങനെ മെല്ലെ സോഫ്റ്റായിട്ട് ഇങ്ങനെ എടുക്കുക. ഒന്ന് മെല്ലെ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഉണ്ടാവുക. നമ്മളെന്താക്കുക, ഒന്ന് കണ്ടില്ലേ? ഇങ്ങനെ എടുത്തിട്ട് ഈ ലാസ്റ്റ് വരുന്ന ഭാഗം നമ്മൾ എന്താക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്ത് അടിയിൽ വെക്കുക. താഴെ വെച്ചതാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് എണ്ണ തടയി കൊടുക്കുക അതിൻ്റെ മുകളിൽ. ഇത് നമുക്കിതാ ഇതിവിടെ സൈഡിൽ വെക്കാം.
ഇനി അടുത്ത നമുക്ക് ചെയ്യാം ഇതേപോലെ തന്നെ. ആദ്യം ഇതേപോലെ തന്നെ എണ്ണ ഒന്ന് സ്പ്രെഡായി കൊടുക്കുക. സ്പ്രെഡായി കൊടുക്കുക. ഉണ്ടെടുത്ത് കയ്യിൽ കുറച്ച് എണ്ണ തടവുക. എന്നിട്ട് ആദ്യം ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് എണ്ണ ഒന്ന് ലാവിഷായിക്കോട്ടെ. കാരണം പൊറോട്ടയ്ക്ക് എണ്ണ വേണമല്ലോ എന്തായാലും. എണ്ണയില്ലെങ്കിൽ പൊറോട്ട ശരിയാവില്ല. പിന്നെ നമുക്ക് റോളെടുത്ത് നന്നായിട്ട് താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ പരത്തി കൊടുക്കുക. പറഞ്ഞ പോലെ താഴെ നീട്ടി കൊടുക്കുക. മുകളിലും അങ്ങനെ നന്നായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കുക. ഉണ്ടല്ലേ അത് ആദ്യത്തെ ആ കൗണ്ടർ ടോപ്പിൻ്റെ ബ്ലാക്ക് സാധനം നമ്മൾ കാണണം നമുക്ക് താഴ്ന്ന്. ഉണ്ടല്ലേ ഇങ്ങനെ കാണണം. ഇങ്ങനെ പരത്തിയിട്ട് മുകളിൽ നിന്ന് തുടങ്ങും. ഇത്രത്തോളം പരത്തിയെടുക്കുക. നമുക്ക് ഇതിൻ്റെ മുകളിലൊന്നും കൂടി എണ്ണ തൂവി കൊടുക്കുക. കൈ കൊണ്ടൊന്ന് എല്ലായിടത്തും ആക്കി. ഉണ്ടല്ലേ. എന്നിട്ട് നമ്മളെന്താക്കുക, കുറച്ച് മൈദ ഒരു നേരത്തെ പോലെ തന്നെ ഒന്ന് തൂവി കൊടുക്കുക. ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. ഈസിയാണിത്. ഇനി നമുക്ക് സാവധാനം ഈ ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ മെല്ലനെ ഇങ്ങനെ എടുക്കുക. ഉണ്ടല്ലേ. അത് കണ്ടില്ലേ, നമ്മൾ ഈ ഞൊറിയായിട്ട് ഇങ്ങനെ എടുക്കുമ്പം കണ്ട ഇത് വരുന്നത് ഇവിടെ കണ്ട ഇങ്ങനെ അതിങ്ങനെ വരും. ഉണ്ടല്ലേ. ഇങ്ങനെ എടുക്കുക. എന്നിട്ടൊന്ന് മെല്ലെ തട്ടിക്കൊടുത്തിട്ട് റൗണ്ട് ചെയ്ത് കൊടുത്തോളൂ. നല്ല ഈ അടിയിൽ വരുന്ന ഈ ഭാഗം അടിയിലേക്കൊന്ന് ഇതായി കൊടുത്ത് ഒന്ന് അമർത്താം. ഉണ്ടല്ലേ. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ കൊടുക്കുക. അങ്ങനെ വെച്ചാൽ ഈ ലെയറിൻ്റെ ഉള്ളിലെല്ലാം ഈ എണ്ണ ഒന്ന് കയറണം. എന്നാലാണ് നമുക്ക് നല്ല ലെയറായിട്ട് നമ്മൾ പൊറോട്ട കിട്ടുക. അപ്പോൾ ഇതാ രണ്ടാമത്തതും വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് എന്താക്കുക, പിന്നെയും ഒരു 10 മിനിറ്റ് നമുക്കിത് മൂടി വെക്കണം. നമ്മളെല്ലാം ഈ പൊറോട്ടയെല്ലാം ചുരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ചുടാൻ നോക്കാം എന്നാലും. അപ്പോൾ നമുക്ക് അടുപ്പ് വെച്ചിട്ട് പാൻ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഓരോരോ പൊറോട്ടയായിട്ട് ചുട്ടെടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടയിട്ട് ഓരോരോ ഉണ്ടയായിട്ട് ഇതായി കൗണ്ടർ ടോപ്പിലും ചെറുങ്ങനെ ഒന്ന് എണ്ണ തടവുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന് ആദ്യം പരത്തി വെച്ചത് നമ്മൾ ആദ്യം എടുക്കണം. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഈ ഇതിനെ കൊണ്ട് നമ്മൾ ഈ ഭാഗത്തിനെ കൊണ്ട് ഒന്ന് പരത്തി എടുക്കുക. അല്ലാതെ അധികം കട്ടിയാവാൻ പാടില്ല ഈ പരത്തുന്നത്. നമുക്കിനി ചുട്ടെടുക്കാം. ഇത് നമ്മൾ പാനിൽ നല്ല ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് ചുടും. നമുക്ക് ഇതിൻ്റെ മുകളിൽ മറിച്ചിടാൻ പോകുമ്പോൾ കുറച്ച് എണ്ണ, അധികമൊന്നും വേണ്ട, മേലെ കുറച്ച് എണ്ണ ഒന്ന് ആക്കി കൊടുക്കാം.
അധികം നമ്മൾ അധികത്തിൽ വെക്കണ്ട. കുറച്ച് അധികമായ വേഗം കരിഞ്ഞു പോകും. നമുക്ക് കുറച്ച് സ്ലോയിൽ വെന്ത് വരണം ഈ പൊറോട്ട. ഇങ്ങനെ ചെറുതായിട്ടുണ്ട്, അതെല്ലാം ഇതായി വരുന്നുണ്ട്. നമുക്കിനി ഒന്ന് മറിച്ചിടാം. അതിന് മുമ്പിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതിയേ, അധികം ഒന്നും വേണ്ട. നന്നായി വരട്ടെ. രണ്ട് ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. ഈ പൊറോട്ടൻ്റെ കളറെല്ലാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഭാഗവും നല്ല ലെയറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിങ്ങനെ അധികം അമർത്തി കൊടുക്കരുത്. നമ്മൾ ഒന്ന് സ്ലോയിലൊന്ന് മറിച്ചിടുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അമർത്തി കൊടുത്താൽ പൊറോട്ട ഹാർഡായി പോകും. കളറെല്ലാം വന്നിട്ടുണ്ട്. വേണ്ട, നമുക്ക് അടുത്ത പൊറോട്ട ചുട്ടെടുക്കാം. ഇതുപോലെ തന്നെ കൈനെ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് അമർത്തി ഉണ്ടല്ലേ. ഇതും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം. നമ്മൾ പൊറോട്ട ചെറുങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിടാം. അതിൽ നല്ല ലെയറായിട്ട് തന്നെ വരുന്നുണ്ടാകും പൊറോട്ട. കുറച്ച് എണ്ണ, കുറച്ച് മതി, അധികം ഒന്നും വേണ്ട. നല്ല കളറെല്ലാം നല്ല പൊറോട്ടൻ്റെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ച് അധികം കരിഞ്ഞു പോകാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചിടുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പൊറോട്ടകളും കൂടി ചുട്ടെടുക്കണം. നമുക്ക് ഈ 5-6 പൊറോട്ട നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് തട്ടിയെടുക്കാം. ഇങ്ങനെ അട്ടി വെച്ചിട്ട് എന്താ വേണ്ടില്ലേ നമ്മളെ പൊറോട്ട എല്ലാം ഉണ്ടാ ലെയറായിട്ട് കിട്ടിയ പൊറോട്ടയെല്ലാം ഉണ്ടാ നമ്മളെ പൊറോട്ട നല്ല ചൂടുണ്ട്. ഉണ്ടാ കണ്ടാ, ഇതാ നല്ല ലെയറായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മളെ പൊറോട്ട. നമ്മളെ അടിപൊളി പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഈ പൊറോട്ടക്ക് ഞാൻ ചിക്കൻ ഡ്രൈ ഫ്രൈ ആണ് ആക്കിയിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ പൊറോട്ട റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.